അങ്ങനെ നമ്മൾ ഇവിടുത്തെ ജൽമഹലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ തടാകത്തിന് നടുവിലായിട്ടാണ് ജൽമഹൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഒരാൾക്കും പ്രവേശനമില്ല. ജയ്പൂരിലെ മാൻസാഗർ തടാകം എന്ന തടാകത്തിലാണ് ഈ ജൽമഹൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ജൽമഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആകെ 5 നിലകളായിട്ടാണ് ഈ ജലകൊട്ടാരം, ജൽമഹൽ എന്ന് പറഞ്ഞാൽ ജലകൊട്ടാരം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ ജലകൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് 5 നിലകളിലായിട്ടാണ്. ഈ 5 നിലകളിൽ മഴക്കാലത്ത് ഇതിൻ്റെ 4 നിലകളും പൂർണ്ണമായിട്ടും വെള്ളത്തിന് താഴെയായിരിക്കും. ഒരു നില മാത്രമേ മുകളിൽ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ഓവറായിട്ട് വെള്ളം വരുന്ന സമയത്ത് ഇതൊരു ഡാം സംവിധാനമാണ്. ഇതിന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാൻ സൗകര്യമുണ്ട്. 1699 സവായ് പ്രതാപ് സിംഗ് എന്ന ഒരു രാജാവാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മറ്റു കൊട്ടാരങ്ങളെ പോലെ ഇത് രാജാക്കന്മാർ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നില്ല. അവർ താറാവ് വേട്ട, അതുപോലെ തന്നെ അവർ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ജൽമഹൽ ഉപയോഗിച്ചിരുന്നത്. ജൽമഹലിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദീപ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ ജൽമഹലിനോട് നമ്മൾ യാത്ര പറയുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പം ഇതാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിലെ വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പം നമ്മളിനി അടുത്ത കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ പിങ്ക് സിറ്റിയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹവാമഹൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വളരെ ആകാംക്ഷയോട് കൂടിയാണ്. നമ്മൾ റീൽസിലൊക്കെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നാണ് ഹവാമഹൽ. അപ്പോൾ അതിൻ്റെ വൈവിധ്യം വന്ന കാഴ്ചകൾ നമുക്ക് കാണാം അല്ലേ. ഇവിടുത്തെ ഒരു സ്വാമി മാൻസിംഗ് ടൗൺ ഹാൾ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആട്ടോ കാണുന്നത്. നല്ല അടിപൊളി പിങ്ക് സിറ്റിയിലുള്ള മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളിൽ പെട്ട. അപ്പോൾ നമ്മൾ ഹവാമഹലിൻ്റെ അടുത്തേക്ക് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഹവാമഹലിൻ്റെ ആദ്യ കാഴ്ചയാണ് പ്രിയമുള്ളവരെ, മനോഹരമായ ആ കാഴ്ച. വാവ്, അടിപൊളി. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഹവാമഹലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഹവാമഹലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. നമ്മൾ ഹവാമഹലിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റോട്ടിൽ നിന്ന് കാണുന്ന വ്യൂ ഇതിൻ്റെ എതിർവശത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണാൻ പോവാണ്. ഇതാണ് ഹവാമഹലിൻ്റെ ഉൾവശം. പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് 1, 2, 3, 4, 5 നിലകളിലായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ ശരിയായത് ഇതാകെ ഒരു നില മാത്രമാണ് ഇതിൻ്റെ ഉൾവശത്തുള്ളത്. ഹവാമഹൽ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റിൻ്റെ കൊട്ടാരം, പാലസ് ഓഫ് വിൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഹവാമഹലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. ഇതിലേക്ക് സൂര്യപ്രകാശം പതിക്കുന്ന സമയത്ത് ഈ കാണുന്ന പ്രദേശത്തൊക്കെ വിവിധ നിറത്തിലുള്ള ലൈറ്റുകൾ പ്രതിഫലിക്കും. അത് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ജനവാതിലുകളാണ് ഈ ഹവാമഹലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ കൂടിയൊക്കെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഈ പട്ടണത്തിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകൾ നിലയിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ജാലകപ്പാളികളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു ദൃശ്യം. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ പട്ടണത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാൻ സാധിക്കും. ഇവിടെ ഈ ഹവാമഹലിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മിനിയേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹവാമഹലിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം.
ഇവിടെ ഹവാമഹലിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഖവാലി ടീം ഉണ്ട് കേട്ടോ. ഇതാണ് ഹവാമഹലിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ച. ഈ പണി കഴിപ്പിച്ച രാജാവ് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ്റെ വലിയ പിന്നെ ആരാധകനായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു മഹൽ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ ജാലകപ്പാളികളാണ്. അങ്ങനെ നമ്മൾ ജയ്പൂരിലെ യാത്രകൾ അവസാനിക്കാൻ പോവാണ്. പിങ്ക് സിറ്റിയോട് നമ്മൾ വിട പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജയ്പൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ജയ്സാൽമീറിലേക്കാണ് നമ്മൾ യാത്ര ഇനി പോകുന്നത്. മരുഭൂമി മണലാരണ്യങ്ങളിൽ പോവാണ്. ഓക്കെ, നമ്മൾ ട്രെയിൻ പിടിക്കും, നാളെ രാവിലെ അടും. ഓക്കെ, നമ്മുടെ യാത്ര ജയ്പൂരിൽ നിന്നും ജയ്സാൽമീറിലേക്കുള്ള ട്രെയിനിലാണ് ഗായ്സ്. ഇപ്പോൾ സമയം രാത്രി 8:30 മണി കഴിഞ്ഞു. നമ്മുടെ കൂടുതലുള്ള ആളുകൾ കുറേ ഗെയിം കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്, ഫോൺ കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുലർച്ചെ 5:30 കൂടിയാണ് ജയ്സാൽമീറിൽ എത്തിച്ചേരുക. ഉണ്ടുണ്ട്. നമ്മൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ജയ്സാൽമീറിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ 1/2 മണിക്കൂർ ഷോപ്പുണ്ട്, അപ്പം പുറത്തിറങ്ങിയതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടയിലേക്ക് വന്നതാണ്. രാത്രി ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. ബിസ്ക്കറ്റും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതുവരെ. നമ്മൾ ഭക്ഷണങ്ങൾ തേടി തിരുവോരങ്ങളിലൂടെ അലയുകയാണ്. ഞങ്ങൾ വളരെ റിസ്ക് എടുത്ത് ഫുഡ് തേടി ഇവിടെ ട്രെയിൻ പോയാൽ ഇവിടുന്ന് ബസ്സിന് പോകേണ്ടി. അതെ, ബിക്കനീർ കൂടെ അങ്ങനെ നടന്ന് കൊണ്ടിരിക്കുകയാണ്. എന്താ ഫുഡ് കിട്ടാമെന്ന് അറിയില്ല. ഇവിടെ സംഭവം കാണുന്നുണ്ട്. ഈ ഗ്ലാസ് പോലും പിന്നെ യൂസ് ചെയ്യില്ല. നാടൻ പാലില് അന്നേരം അവിടെ ഇട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റബഡി ദൂത് എന്ന വെറൈറ്റി സാധനം സിനിമ എങ്ങണ്ടേ ഭക്ഷണം എങ്ങണ്ടേ ഓക്കെ ബഹുത് ബടിയാ. ഓക്കെ, ഇപ്പോൾ സാധനം വാങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത മണ്ണിൻ്റെ ഗ്ലാസ് ആണ്. ഇവിടെ തിരിച്ചു കൊടുക്കണ്ട കേട്ടോ, അങ്ങനെ പ്രത്യേകത ഉണ്ട് ഇവിടെ. ഭക്ഷണമൊക്കെ ആവശ്യത്തിന് വാങ്ങിയിട്ട് നമ്മളെ ബോഗിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കാണ്. പനീർ ബട്ടർ മസാല, ചപ്പാത്തി, ബഹുത് ബടിയാ ഗായ്സ്. നാട്ടിലെ തണുപ്പല്ല, തണുപ്പ് ഇറക്കണതാ. നാട്ടിലെ തണുപ്പല്ല, തണുപ്പ് മക്കളെ. ഞങ്ങളോട് ഗൈഡ് ആദ്യമേ പറഞ്ഞതാ പുതപ്പെടുക്കാൻ. അപ്പൊ അഹങ്കാരം കൊണ്ട് ഞങ്ങൾ എടുത്തില്ല. അവസ്ഥ ഫോം വരെ വറക്ക. അപ്പോൾ നമ്മള് ജയ്സാൽമീറിൽ എത്തിയിരിക്കുകയാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അപാര തണുപ്പാണ്. എത്ര ഡ്രസ് എത്ര കൂട്ടിട്ടാലും തേയില, ഇതിനത്ര വലിയ തണുപ്പാണ്. തണുപ്പാണ് ഗായ്സ്. നമ്മൾ ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത്. തണുപ്പ് അപാര തണുപ്പാണ്, ഒന്നും പറയാനില്ല. പിന്നെ 11 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ്. നെറ്റിൽ നോക്കി 11 ഡിഗ്രി വിറക്ക. നമുക്ക് പോകാനുള്ള വണ്ടി വന്നു. അപ്പോൾ നമ്മൾ വണ്ടി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജയ്സാൽമീർ റെയിൽവേ സ്റ്റേഷന്. ഇതുവരെ പോയാലുള്ളത് വെച്ചിട്ട് ഭൗതിക സാഹചര്യമൊക്കെ അടിപൊളിയായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ അതൊന്നും ആസ്വദിക്കാനൊരു സാഹചര്യത്തിലല്ല. നല്ല മട്ടത്തിൽ ഈ രണ്ടെല്ലാം കഴിയുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. ഒരു തുപ്പി സാധിക്കും. അതോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. കൂടെ ഷമീർ. ജയ്സാൽമീറിലെ ആദ്യ ദിവസം നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മൾ മുന്നിരുന്ന ഹോട്ടൽ ഇതാണ് ബാക്കിൽ കാണുന്നത്. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. തെരുവുകളിലൂടെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നമ്മളെ നാടിനൊക്കെ അപേക്ഷിച്ച് വളരെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് അവിടെ ഉള്ളതിൽ
ഉള്ളതിൽ വേഗം നല്ലൊരു ഹോട്ടലിൽ കയറിയത് ഹോട്ടലിൻ്റെ ഉള്ളിലാണ് കാഴ്ച. അപ്പോൾ ബ്രെഡ് ജാമുണ്ട്. ബഫേ സിസ്റ്റം ആണ് കേട്ടോ. ബോലോ ഭയ്യ कैसा है? अच्छा है. തിന്നിട്ട് പറയാ അച്ചായനെ തിന്നില്ല. आज का प्रभात वक्सन पूरी और बाजी करी है और ब्रेड और जाम ब्रेड और जाम. बहुत बढ़िया. बहुत बढ़िया. शुक्रिया. അങ്ങനെ നമ്മുടെ യാത്ര ജയ്സൽമീർ, അതായത് രാജസ്ഥാൻ്റെ സുവർണ്ണ നഗരം എന്നറിയപ്പെടുന്ന ജയ്സൽമീറിലെ ഗഡ്സർ ലേക്ക് എന്ന തടാകത്തിൽ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം കച്ചവടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് ഷോപ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഗഡ്സർ തടാകത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള തെരുവിലുള്ള കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണലാരുണ്യങ്ങൾക്ക് നടുവിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു തടാകമാണ് ഈ തടാകം. ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള തടാകം. വളരെ മനോഹരമായിട്ട് പണ്ട് കാലത്ത് ഇതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു തടാകം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ലേസർ ഷോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലേക്കിലെ ഒരു പ്രധാനപ്പെട്ടൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ബോട്ട് സഫാരി. ഈ ലേക്കിലുള്ള ബോട്ട് സഫാരിയാണ് മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ആളുകൾ വിവിധ രൂപത്തിലുള്ള തോണികളിലും ചെറിയ വള്ളങ്ങളിലൊക്കെ ആയിട്ട് സവാരി നടത്തുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള വിവാഹ ഷൂട്ടിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടു. അതുപോലെ ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. തണുപ്പ് കാലത്ത് ഈ തടാകത്തിലേക്ക് സൈബീരിയയിൽ നിന്നടക്കം ഇത്തരത്തിലുള്ള ദേശാടന പക്ഷികൾ വരാറുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഏരിയകൾ ഇങ്ങനെ വന്നിരിക്കാനും സഞ്ചാരികൾക്ക് വന്നിരിക്കാനും മറ്റൊക്കെ ആയിട്ട് ഇതിൻ്റെ പരിസരത്ത്, ഈ തടാകത്തിൻ്റെ പരിസരത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ വിശാലമായിട്ട് പരന്ന് കിടക്കുകയാണ് ഈ തടാകം. അതുപോലെ തന്നെ ഈ തടാകത്തിൽ സന്ധ്യാസമയത്തും സൂര്യോദയ സമയത്തും ഇത്തരത്തിലുള്ള ധാരാളം അരണ്യങ്ങളെയും കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. നമ്മളിവിടെ നല്ല ഉച്ച സമയത്താണ് എത്തിയത്, അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സമീപത്തായിട്ട് ഇത്തരത്തിലുള്ള പല പല ഡിസൈൻ വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന അച്ചാട്ടത് പല മോഡലിൽ പല ജാതിയുണ്ട്. ഇവരിവിടെ കച്ചവടത്തിന് വെച്ചതാണ് സാധനം. മരത്തുമ്മലാണിത്, മരമാണ് കേട്ടോ. വെറൈറ്റി ഡിസൈനുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിതിൻ്റെ അടുത്ത ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഇവിടെ അതുപോലെ വിവിധ കടകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ ജയ്സാൽമീറിൽ മനോഹരമായിട്ടുള്ള സാൻഡ് ആർട്ട് ഇതിലൊക്കെ കണ്ടില്ലേ, ഓരോ ചിത്രങ്ങൾ വിവിധ രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് വിവിധ കളറുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇദ്ദേഹം ഇവിടെ വിവിധ ചിത്രങ്ങൾ വരക്കുന്നുണ്ട് കേട്ടോ. മണൽ ഉപയോഗിച്ചിട്ട് ഓരോന്നിലങ്ങനെ വരച്ച കാണാം. മണൽ ഉപയോഗിച്ചിട്ട് വിവിധ കളറിലുള്ള ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഹാൻഡ് ക്രാഫ്റ്റ് ഷോപ്പിലേക്ക് വന്നതാണ്. വൈവിധ്യമാർന്നിട്ടുള്ള രാജസ്ഥാനി വസ്തുക്കൾ, അടിപൊളി വസ്തുക്കളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഡോറിൻ്റെ ഹാൻഡിൽ വെക്കുന്ന പിടുത്താണ് കേട്ടോ. നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. അങ്ങനെ പലയാതി ഐറ്റംസ്, ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ ഈ ലൈറ്റ് ശ്രദ്ധിച്ച് നോക്കി, ഇത് ഓക്കെ ഉണ്ടോ, ഇത്തരത്തിലുള്ള ലൈറ്റ് അടിപൊളിയായിട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല പല ഹാൻഡ് ക്രാഫ്റ്റ് വസ്തുക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏമുദ്ര അവിടെ എന്തിനു പറഞ്ഞേ അവിടെ ഇത് അത് യാതി സംഭവങ്ങളിലാണ്. അതുപോലെ തന്നെ നല്ല രസമുണ്ട് അല്ലേ. वो कितने भैया? 500. ओ ये मेटल है, ग्लास है, राजस्थानी वुड है.
നമ്മൾ അവിടെ നിന്ന് ആ ഒരു ലൈറ്റ് വാങ്ങി കേട്ടോ. ഒരു നല്ല പാക്ക് ചെയ്ത് തന്നു. ഇനി ഒന്നും കേടുവരാതെ വീട് നാട്ടിലേക്ക് എത്തിയാൽ മതി. ഇതൊക്കെ ഓരോ ലെറ്റേഴ്സാണ് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ നമ്മളെ പേര് ആ ഒരു മോഡലിൽ എഴുതി തരും. ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രീതിയിൽ ഫുള്ള് ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ. ഫുള്ള് രാജസ്ഥാനി ഐറ്റംസുകൾ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ്, ഒരു പർച്ചേസിങ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ കോസ്റ്റ്യൂം കിട്ടാണ്ട് ആ രീതിയിലൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ സാൻഡാർട്ട് ചെയ്യുന്ന ഈ കാക്ക മലയാളിയാണ്, കണ്ണൂർക്കാരനാണ്. വിവിധ റേറ്റുകളുണ്ട്. 100 മുതൽ സ്റ്റാർട്ടിങ്. ചെറിയ കുപ്പി 100 അടുത്ത്. ഇതിന്റെ മാർക്കറ്റിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ്. എന്താ ദീപത്? ഇങ്ങനെ പല ഔഷധസസ്യങ്ങളുടെ വേരും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മുട്ടുവേദന അങ്ങനത്തെ പല കാര്യങ്ങൾക്കും തൈലം എന്ന് പറയാം. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരും. അതിൽ പാർന്നിട്ട് നോക്കിയാൽ ഫിൽറ്റർ ചെയ്ത് വരുന്നതാണ്. നല്ല സ്മെല്ലുണ്ട്. ഔഷധ ഉണ്ടല്ലോ. ബോട്ടിൽ കിतना भैया? 100 का है, 200 का है, 300 का है. പല റേറ്റ് 100, 200, 300 ഒക്കെ ഉണ്ട്. ഇത് എന്തൊരു പിന്നെ മരുന്നാണ്, എന്തൊരു ലഹരി. അതുകൊണ്ട് പുറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഗ്രാൻഡ് ഹയാത്താണ് കേട്ടോ. ഹയാത്ത് ഇതൊരു വർക്ക്ഷോപ്പിന്റെ ഒരു ഏരിയ ആണ്. നമ്മള് റൂമിലേക്ക് തന്നെ പോവാണ്.